അറിയാത്ത കുറ്റങ്ങൾ സഹനത്തിന്റെയും അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും കാലമായ വലിയ നോമ്പിന്റെ 2-ാം വെള്ളിയാഴ്ച പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രസിദ്ധമായ വല്യച്ചൻ മല കയറി. 2-ാം വെള്ളി ഉച്ച കഴിഞ്ഞ് 4-ന് അരുവിത്തുറ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 5 മണിക്ക് മലയടിവാരത്തേക്ക് ജപമാല പ്രദക്ഷിണം, തുടർന്ന് ആയിരങ്ങൾ അണിനിരന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനയോടെ വല്യച്ചൻ മലയിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് പാലാരൂപത വികാരി ജനറൽ മോൺസിനർ ജോസഫ് കണിയോടിക്കൽ മലമുകളിൽ സന്ദേശം നൽകി. തുടർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും ചെയ്തു. അരുവിത്തുറ ദേവാലയത്തിൽ നിന്ന് ജപമാല പ്രദക്ഷിണത്തോടെ ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ സന്യസ്തരും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു. സമീപ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും പങ്കുചേർന്നു. വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, ഫാദർ ബിജു കുന്നക്കാട്ട്, ഫാദർ ഗോഡ്സൺ ചെങ്ങേഴശ്ശേരിൽ, ഫാദർ ജോസഫ് കുഴുവേലിത്തടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. നോമ്പ് ദിനത്തിൽ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 4-ന് അരുവിത്തുറ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന, തുടർന്ന് വെല്ലിയച്ചൻ മലയടിവാരത്തേക്ക് ജപമാല പ്രദക്ഷിണം, 5:15-ന് മലമുകളിലേക്ക് കുരിശിന്റെ വഴി, 6-ന് മലമുകളിൽ വചന സന്ദേശം, തുടർന്ന് ദിവ്യബലി അർപ്പണം എന്നിവ നടത്തപ്പെടുന്നു. വൈകുന്നേരം യേശുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കി പള്ളിയിൽ നിന്നും മലയടിവാരത്തേക്ക് ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിൽ ജപമാല പ്രദക്ഷിണവും, തുടർന്ന് കുരിശിന്റെ വഴി പ്രാർത്ഥനയും വിശ്വാസികൾക്ക് ആത്മപരിശോധനയ്ക്കും പ്രായശ്ചിത്ത പാപ പരിഹാരത്തിനുമുള്ള അവസരമാണ്. സമീപ രൂപതകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് വല്യച്ചൻ മലയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ, കൈക്കാരന്മാരായ റോബിൻ ചന്ദ്രൻ കുന്നേൽ, ജേസൺ അരിപ്ലാക്കൽ, റോയി പള്ളിപ്പറമ്പിൽ, കുര്യച്ചൻ കാപ്പിലമാക്കൽ എന്നിവർ പറഞ്ഞു. വല്യച്ചൻ മല എന്ന പേര് അരുവിത്തുറ വല്യച്ചനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. പള്ളിയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് വല്യച്ചൻ മല. നോമ്പുകാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം ജപമാല ചൊല്ലിക്കൊണ്ട് മലയടിവാരത്തിൽ എത്തിച്ചേരുന്നു. മലയടിവാരത്തിൽ ധാരാളം ഭക്തജനങ്ങൾ കാത്തു നിൽക്കും. അവിടെ നിന്ന് ഒരുമിച്ച് കുരിശിൻ്റെ വഴി ചൊല്ലിയാണ് മലയുടെ മുകളിലുള്ള ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. ഈ വല്യച്ചൻ മലയുടെ സവിശേഷമായ ഒരു പ്രത്യേകത കല്ലുപാകിയ വഴിയിലൂടെ കുരിശിൻ്റെ വഴി നടത്താൻ സാധിക്കുന്നുവെന്നുള്ളതാണ്. വലിയ മലയല്ല, അതേസമയം മലയുടെ അനുഭവമുണ്ട് താനും. മല ദൈവാനുഭവത്തിൻ്റെയും ദൈവിക വെളിപാടിൻ്റെയും സ്ഥലമായിട്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അതേ അനുഭവമാണ് മലയിൽ പ്രാർത്ഥിക്കുവാനായി എത്തുന്നവർക്ക് ഉണ്ടാകുന്നത്. 100 കണക്കിന് ആൾക്കാരാണ് വെള്ളിയാഴ്ചകളുടെ എല്ലാ സമയങ്ങളിലും അവിടെ വന്നു പോകുന്നത്. ഔദ്യോഗികമായ കുരിശിൻ്റെ വഴി വൈകുന്നേരം 5:15 മണിക്ക് ആരംഭിക്കുന്നു എന്നേ ഉള്ളൂ. 40-ാം വെള്ളിയാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും അതിരാവിലെ മുതൽ വളരെ വൈകി വരെ ആയിരക്കണക്കിന് ആൾക്കാരാണ് മല കയറുന്നത്. ഈ വലിയച്ചൻ മലയുടെ ഒരു പ്രത്യേകത, അത് പ്രകൃതി പരിസ്ഥിതി സൗഹൃദം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയത്തക്ക വിധത്തിൽ പ്രകൃതിക്ക് ആഘാതമുണ്ടാക്കാതെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ പള്ളിയുടെ മധുബഹയുടെ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുരിശ് വളരെ ശ്രദ്ധേയമാണ്. 107 അടി ഉയരത്തിലാണ് ആ കുരിശ് ഉയർന്നു നിൽക്കുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ ആത്മീയമായ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകമായ ഒരു സാന്നിധ്യമാണ് ആ കുരിശിൻ്റേത്. നാനാജാതി മതസ്ഥർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ എത്തുന്നു. അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്.
സഭയുടെ ആത്മീയ ദർശനത്തിൽ തീർത്ഥാടനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന പോലെ, ദാനധർമ്മം പോലെ, ധ്യാനം പോലെയൊക്കെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് തീർത്ഥാടനം. കർത്താവിൻ്റെ ജീവിത വഴികളെ അനുധാവനം ചെയ്യുവാനുള്ള ഒരവസരമായിട്ട് കൂടി തീർത്ഥാടനത്തെ കാണുന്നുണ്ട്. കിഴക്കിൻ്റെ കാൽവരി എന്ന പേരിലാണ് വല്യച്ഛൻ മല അറിയപ്പെടുന്നത്. വല്യച്ഛൻ മലയിലേക്ക് ഈ നോമ്പുകാലത്തും അല്ലാത്ത സമയത്തും എത്തിച്ചേരുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുകയും കുരിശിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോസ് ഡെസ്ക് ഷിക്കേന ന്യൂസ്.